ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ രുചികരമായതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 15 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിറം മാറുമ്പോൾ നമുക്ക് അത്ര തന്നെ ഉണക്കമുന്തിരിയും ചേർക്കാം. കാഷ്യൂ നട്ട്സ് നിറം മാറുമ്പോൾ ഉണക്കമുന്തിരി ചേർത്താൽ മതി. ഇനി രണ്ടും കൂടി നന്നായി വറുത്ത് കോരാം. ഇതേ നെയ്യിലേക്ക് നമുക്ക് 1 കപ്പ് സേമിയ ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ആൾറെഡി ഇത് വറുത്ത സേമിയാണ്. അപ്പോൾ നമുക്കിത് കോരാം. ഇതേ ഉരുളിയിലേക്ക് 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ആൾറെഡി തിളപ്പിച്ച പാലാണ്. ഇതൊന്ന് തിള വരുമ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്ക് സേമിയ വെന്ത് കിട്ടും. ഒരു 1/4 ഭാഗം സേമിയ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പായസം അത്യാവശ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണിത്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് അവസാനം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് പായസം തയ്യാറാക്കാൻ. ഇപ്പോൾ വളരെ രുചികരമായ നമ്മുടെ സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ സേമിയ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.